ചന്ദ്രനോടൊപ്പം പോയ താരയെ തിരിച്ചു വിളിക്കുന്നതിൽ ദേവന്മാർ ഭിന്നിച്ചു. താരയെ കേവലം ആചാരപരമായ ഉപകരണമായി കണ്ട ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങാൻ അവരെ നിർബന്ധിക്കണമോ, അതോ അവളെ സ്നേഹിക്കുന്ന കാമുകനോടൊപ്പം താമസിക്കാൻ അനുവദിക്കണമോ? ഏറെ ചർച്ചകൾക്കുശേഷം പ്രായോഗികവാദം വിജയിച്ചു. താരയുടെ സന്തോഷത്തേക്കാൾ ദേവന്മാരുടെ യജ്ഞമായിരുന്നു പ്രധാനം. യജ്ഞത്തിന്റെ ശക്തി ഇല്ലെങ്കിൽ ദേവന്മാർക്ക് ശക്തി ക്ഷയിക്കും. ഇന്ദ്രന്റെ അന്തിമ തീരുമാനപ്രകാരം താരയ്ക്ക് ബൃഹസ്പതിയിലേക്ക് മടങ്ങേണ്ടി വന്നു. മനസ്സില്ലാമനസ്സോടെ താര മടങ്ങി. അവൾ വന്നപ്പോൾ ഗർഭിണിയാണെന്ന് വ്യക്തമായി. ചന്ദ്രനും ബൃഹസ്പതിയും പിതാവാണെന്ന് അവകാശപ്പെട്ടു. തന്നെ ഗർഭിണിയാക്കിയത് ആരെന്നു പറയാൻ വിസമ്മതിച്ച് താര മൗനം പാലിച്ചു. അപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗർഭസ്ഥ ശിശു നിലവിളിച്ചു, അമ്മേ, ഞാൻ ഏത് വിത്തിന്റെ ഫലമാണ്? എനിക്കറിയാൻ അർഹതയുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ സത്യം അറിയാനുള്ള ആഗ്രഹത്തിൽ എല്ലാവർക്കും മതിപ്പുളവാക്കി. സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഒരാളെ പ്രാപ്തനാക്കുന്ന മനസ്സിന്റെ ഭാഗമായ ബുദ്ധിയുടെ നാഥൻ ഈ കുട്ടിയായിരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. അവനെ ബുദ്ധ എന്ന് വിളിക്കും. കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി താര കണ്ണുകൾ താഴ്ത്തി പറഞ്ഞു, നീ ചന്ദ്രന്റെ വിത്തിൽ നിന്നാണ് വരുന്നത്.